ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് 6 വീക്സ് കഴിഞ്ഞിട്ട് ഉണ്ണിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ എന്നെയും കാണിച്ചു, എൻ്റെ ഡോക്ടറിനെയും ഞാൻ കാണിച്ചു. പിന്നെ ഉണ്ണീനെ ENTനെയും കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണ ടൈം കാലത്ത് 6:30ക്കാണ് കേട്ടോ നമ്മൾ പോണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, 7 മണിക്ക് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ കൊടുക്കും. ടോക്കൺ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബുക്കിംഗ് മീൻസ് ഡോക്ടർക്ക് ഇതെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഒരു 6:30 ആകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോയിട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 7 മണി ആവണേക്കാൾ 7 മണിക്ക് ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ. അപ്പോൾ പോണ സമയത്ത് അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, തലേദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇടിവെട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല അടിപൊളി മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല ടോക്കൺ എവിടെ കൊടുക്കണേ എന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. റിസപ്ഷനിൽ നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിൽ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് ചോദിച്ചാൽ മതി, സെക്യൂരിറ്റി പറയും എന്ന് പറഞ്ഞു കേട്ടോ. അവരാണ് ടോക്കൺ കൊടുക്കണത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പോണത് സെക്യൂരിറ്റീൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം ആളുടെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഡ്യൂട്ടി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വേറെ ആൾ വരും, ആൾ വന്നിട്ടാണ് നമ്പർ തരാം, അവിടെ വരിയിൽ നിന്നോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ വരിയിൽ നിൽക്കണ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നമുക്ക് 2 ഡോക്ടേഴ്സിനെ കാണാനുണ്ട്, അപ്പോൾ നമ്മൾ 2 ടോക്കൺ എടുക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾക്കും ഡൗട്ടായി, അറിയില്ല കുട്ടി, സെക്യൂരിറ്റി വരുമ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി വന്നു. സെക്യൂരിറ്റി ഓരോരുത്തർക്ക് അപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരു ടൈമിൽ വന്ന് എവിടെ നിൽക്കണ്ടേന്നുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അതേ സെക്യൂരിറ്റി ഒക്കെ വന്നു, ആൾ ഓരോരുത്തർക്ക് നമ്പർ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ 2 ഡോക്ടേഴ്സിനെ കാണാനുണ്ട്, അപ്പോൾ ഏത് ഡോക്ടറാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പീഡിയാട്രിഷ്യനും കാണാനുണ്ട്, ഗൈനക്കോളജിനും കാണാനുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 22 അപ്പോൾ ഒരു 7:30 ആകുമ്പോഴാണ് റിസപ്ഷൻ തുറക്കുള്ളൂ, അവിടെ ആൾക്കാരൊക്കെ 7:30ക്ക് വന്ന് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മളിപ്പോൾ ചെയറിൽ പോയിട്ട് ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണി ഭയങ്കരമായിട്ട് വാശിയൊക്കെ പിടിച്ച്, അപ്പോൾ ഞാൻ അവനെ എന്താ പറയുക ഫീഡ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ആൾ ഉറക്കത്തിൽ തന്നെയാണ് ഫീഡ് ചെയ്തിട്ടുള്ള ടൈമാണ് കേട്ടോ ഈ ഒരു ടൈം. അപ്പോഴേക്കും ഈ ഒരു അമ്മാമ്മ വന്നു. എന്താ പറയുക, മുതിർന്നവർ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ആക്കിയില്ലേ, ഞാനിത് ആദ്യമായിട്ടൊക്കെ കാണുന്നത്, ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. എത്ര നേരം എന്ന് വെച്ചാൽ നടന്നത്, 7:30 കഴിഞ്ഞിട്ടും അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, റിസപ്ഷനിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, അതെ ഈ നേരെ കാണുന്നത് പള്ളിയാണ് കേട്ടോ. അപ്പോൾ പള്ളിയിൽ സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പുറത്ത് പോയിട്ട് നിന്ന് കുറച്ച് നേരം എന്താ പറയുക പള്ളിയിലത്തെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടു. കുർബാന കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു കേട്ടോ ഈ പാട്ടും കാര്യങ്ങളൊക്കെ വെക്കണത്. അവിടെ കുർബാന 6:30ക്ക് കുർബാനയുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് മീനുകളും ചെറിയ മീനുകളും അപ്പുറത്ത് വലിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വേറെ എനിക്കധികം സംസാരിക്കാനായിട്ട്, അമ്മയുടെ ഉണ്ണീനെ പിടിച്ചിട്ടിരിക്കണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി വന്നു, ഓരോരുത്തരെ വിളിച്ചു തുടങ്ങി കേട്ടോ. ആദ്യം 10 നമ്പറിനെ വിളിച്ചത് കേട്ടോ. 1 തൊട്ട് 10 വരെയാണ് ആദ്യം വിളിച്ചത്. അപ്പോൾ നമ്മുടെ നമ്പറാണെങ്കിൽ 22 കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ റിസപ്ഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടോ കേട്ടോ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഒരാളിനെ തന്നെ എന്താ പറയുക നോക്കാനായിട്ട് കുറേ നേരമാണ് കേട്ടോ ആളെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾക്ക് ടോക്കൺ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ പോകുന്നത് ENTനെ കാണിക്കാനുണ്ട്. അപ്പോൾ ENTന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 18 ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. 3rd ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ പോയില്ല, നമ്മൾ ഉണ്ണിയുള്ള കാരണം നമ്മൾ പോയത് എന്താ പറയുക സ്റ്റെപ്പായിട്ടാണ് കേട്ടോ കയറിയത്. നമ്മൾ ഇതിൽ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും അവർ എന്താ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയില്ല, നമ്മൾ സ്റ്റെപ്പാണ് കയറിയത് കേട്ടോ. അപ്പോൾ അവിടെ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്കാണെങ്കിൽ ഭയങ്കര വയ്യാണ്ടായി തുടങ്ങി കേട്ടോ. ഇനി നമ്മളിങ്ങനെ കുത്തനെയല്ലേ കയറുന്നത്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ആ റിസപ്ഷനിൽ കാണിച്ചാൽ മതി, ടോക്കൺ നമ്പർ റിസപ്ഷനിൽ കാണിച്ചാൽ മതി, അപ്പോൾ അവർ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും ഡോക്ടർ വരും, അല്ലെങ്കിൽ 8:15 ഡോക്ടർ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 8:15 ഡോക്ടറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതെ ഇവിടെ കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ എത്തി കേട്ടോ. അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുക കേട്ടോ, ENT ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുക. അങ്ങനെ ഒരു 10:30 കഴിയുമ്പോഴാണ് കേട്ടോ ENT ഡോക്ടറെ കണ്ടു കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നെക്സ്റ്റ് പോണത് പീഡിയാട്രിഷ്യനെ കാണാനുണ്ട്, ഉണ്ണിയുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 2nd ഫ്ലോറിലാണ് കേട്ടോ
ഡോക്ടറെ കാണാനുണ്ടായിരുന്നത്. ENT ഡോക്ടർ നമുക്ക് വേറൊരു ബ്ലോക്കിലായിരുന്നു. ഇത് വേറെ ബ്ലോക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മൾ OPയിൽ കാണിക്കണം. അത് ഉണ്ണിയുടെ വെയിറ്റ് നോക്കണം കേട്ടോ ആദ്യം. പിന്നെ അവർ ഡേയ്സും ചോദിക്കുക, എത്ര ദിവസമായി എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ണിക്ക് 4200 അങ്ങോട്ടായിരുന്നു കേട്ടോ വെയിറ്റ് ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ. അങ്ങനത്തെ വെയിറ്റൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് പോണത് ക്യാൻറ്റീനിലേക്കാണ് കേട്ടോ. നമ്മൾ കാലത്ത് 6:30ക്കാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മുടെ ENT ഡോക്ടറെ കണ്ട് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 10:30. പിന്നെ ടോക്കൺ കൊടുത്തു ഉണ്ണിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് 11 മണി ആവാറായിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇനി ഡോക്ടേഴ്സിനെ കാണാമെന്ന് വിചാരിച്ചു. വെള്ളയപ്പം അതുപോലെ തന്നെ കുറുമുകറിയാണ് കേട്ടോ പറഞ്ഞത്. വേഗം അത് കഴിച്ചിട്ട് നേരെ ഉണ്ണിയുടെ ഡോക്ടറെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴും ടോക്കൺ നമ്പറൊന്നും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഒരു സിസ്റ്ററാണ് കേട്ടോ ഡോക്ടർ നമ്മുടെ ഉണ്ണിയുടെ. ആളും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഫീഡ് ചെയ്യാനായിട്ട് പോയത് കേട്ടോ. ചെറിയൊരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫീഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ നമ്പർ വിളിച്ചു. അധികം പേരുണ്ടായിരുന്നില്ല. അധികം ഡോക്ടറെ കണ്ടു. ആൾ കുഴപ്പമൊന്നുമില്ല. ഉണ്ണി വെയിറ്റൊക്കെ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. തല ഉറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഒരു 3 മാസമൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ എൻ്റെ ഡോക്ടറിനെ കാണാനാണ് വന്നത് കേട്ടോ. നല്ല തിരക്കായിരുന്നു. തിങ്കളാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെത്തി ഇപ്പോൾ നോക്കുമ്പോൾ അധികം 10-15 ടോക്കൺ അങ്ങോട്ട് ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ 48 നമ്പർ. സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ഉണ്ണി 45 ഡേയ്സ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മളിനെ വേഗം കയറ്റി തരുമോ. നല്ല വാശിയും പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം കയറ്റുമോ എന്ന് ചോദിച്ചു. അവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും എൻ്റെ നമ്പർ വിളിച്ചു കേട്ടോ. എൻ്റെ നമ്പറല്ല, എൻ്റെ പേരാണ് വിളിച്ചത്. അങ്ങനെ കയറി. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്കിൻ്റെ ഒരു ഫോം തരും കേട്ടോ. ആദ്യം തന്നെ കയറിയ വഴിക്കാണ് നമുക്ക് തരുന്നത് അതാണ്. അങ്ങനെ ഫീഡ്ബാക്കൊക്കെ എഴുതി കൊടുത്തു കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഡോക്ടർ എണീറ്റ് പോയി കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് എന്തായാലും കുറേ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറ്റും. നന്നായി വൈകും എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കഴിയുമ്പോഴേക്കും ആളവിടുത്തെ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് ആൾക്ക് ഇടയ്ക്ക് ഓരോ മീറ്റിങ്ങും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഗൈനക്കോളജി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് വല്ല കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ എണീറ്റ് പോവും. അതിപ്പോൾ ഈ ഒരു ഡോക്ടറല്ല, വേറെ ഏത് ഡോക്ടേഴ്സ് ആയാലും എണീറ്റ് പോകും കേട്ടോ. അങ്ങനെ ദേ ഡോക്ടറിനൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇനിയിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നമ്മൾ മരുന്നുകളും കാര്യങ്ങളൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു. മരുന്നുകൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസവ രക്ഷയ്ക്ക് നമ്മൾ കുറേ മരുന്നുകൾ കഴിക്കില്ല, അതൊന്നും കഴിക്കണ്ട എന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ച് കഴിഞ്ഞാൽ കുറേ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ടാണ് കഴിക്കേണ്ടതെന്ന് പറയണത്. പിന്നെ എന്തോ സർജറിയൊക്കെ നടന്നിട്ടുണ്ട്. 6 മാസം അത് കഴിച്ച് കഴിഞ്ഞിട്ട്, മീൻസ് പ്രസവം കഴിഞ്ഞിട്ട് 6 മാസം ആയവർക്ക് വരെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കഴിക്കേണ്ടതെന്ന് ആൾ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിൽ പോകാം കേട്ടോ. പിന്നെ ഉണ്ണിക്ക് നമ്മുടെ മറ്റേ വൈറ്റമിൻ്റെ ഒരു ഡ്രോപ്സും മേടിക്കാനുണ്ടായിരുന്നു. അതും കൂടി മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം ജോയേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, നമുക്ക് കേച്ചേരി നല്ല ബ്ലോക്കാണ്, നല്ല മഴയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല, നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തും. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, അവിടെ നിന്ന് വണ്ടി ഇടിക്കുകയാണ് എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജോയേട്ടൻ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ഇതൊന്ന് 10-15 മിനിറ്റ് നല്ല ഒരു അരമണിക്കൂറിന് മുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ദേ ജോയേട്ടൻ വന്നു. നമ്മൾ അധികം നേരം അവിടെ ഓട്ടോ അങ്ങനെ ഇടാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഓട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി ചീത്ത പറയും. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ കയറി. അപ്പോൾ എന്താ ഇത്ര നേരം വൈകിയെന്നാണ് കേട്ടോ ജോയേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 10:30 കഴിഞ്ഞിട്ടാണ് ENTയുടെ അവിടെ കണ്ടു കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിയുടെ ഡോക്ടർ എൻ്റെ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞത്. കാരണം നമ്മൾ കാലത്ത് 6:30ക്ക് പോയതാണല്ലോ. വരണ വഴിക്ക് തന്നെ നമ്മൾ മന്തി മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ 2:30 അതുപോലെ തന്നെ പോയത് 6:30ക്കാണ്. അതുകൊണ്ട് നമ്മളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ. പിന്നെ വന്ന് വെക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, കാരണം നല്ല വിശന്നിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ മന്തി മേടിച്ച് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.